മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയുടെയും ദിവസങ്ങളായി ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ച് ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാൻ ഇന്നലെ രാവിലെ പിന്നെ വൈകുന്നേരം എടുക്കാൻ സമയം കിട്ടിയില്ലെന്ന് വെച്ചാൽ വൈകുന്നേരം രാവിലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നലെ ആ PDMന്റെ വെസ്റ്റേഷൻ്റെ വിശേഷങ്ങൾ വിശദമായി പറയാൻ സാധിക്കാതെ പോയത്. ക്ഷമിക്കണം കേട്ടോ. കാരണം പിന്നെ കഴിഞ്ഞപ്പോൾ വൈകുകയും ചെയ്തു, അല്ലെ വീഡിയോ മുടങ്ങുമായിരുന്നു. 5 പേരാണ് കർത്താവിൻ്റെ കരുണയാൽ താപസ വസ്ത്രം സ്വീകരിച്ച് അതിവ്രതം ചെയ്ത് ശുശ്രൂഷകൾക്ക് പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അവരെ അനുസ്മരിക്കണം. അവരെല്ലാം നല്ല വൈദികരും ഒക്കെ ആയി ഭാവിയിൽ ഓരോരോ ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ഓർക്കണം കേട്ടോ. പിന്നെ ഈ ദിവസങ്ങൾ ഇനിയിപ്പോൾ കുട്ടികളുടെ ആസ്പിരൻസിലേക്ക് പ്രവേശിക്കുന്നവർ, അതേപോലെ നോവിഷ്യയിലേക്ക് പ്രവേശിക്കുന്നവർ, അവർ ഒരുക്കം, ധ്യാനം, പ്രാർത്ഥന, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം കർത്താവേ നിങ്ങൾക്ക് എന്നോട് ഏറ്റവും സ്നേഹം കൂടേണ്ട ദിവസമാണ്. ഒരു നന്മറും ചൊല്ലി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാവോ. പല നിയോഗങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. പിന്നെ നന്നായി പ്രാർത്ഥിക്കാൻ ഉള്ള കൃപ അത് ഇരട്ടിയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വാക്കുകൾ വ്യർത്ഥമാകാതിരിക്കാൻ എന്നുള്ളതാണ്. 1 സാമുവേൽ 3:19 വചനം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 3 ആണ്. അവിടെ കാണുന്ന കാര്യം എങ്ങനെയാണ്? സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ കർത്താവ് ഇടവരുത്തിയില്ല. നിങ്ങൾ അതിനകത്ത് അവസാനത്തെ വാചനം ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അതുകൊണ്ട് ഈ വചനങ്ങളെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ വചനത്തിൽ കൂട്ടിക്കൊള്ളുന്ന ഒരു അഭിഷേകമുണ്ട്, അത് നിലനിർത്തണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ അവൻ്റെ വാക്കുകൾ വ്യർത്ഥമാകാതിരിക്കും. കാരണം സാമുവേൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയ സാമുവേൽ വളർന്നു വന്നു. അത് മാത്രമല്ല കർത്താവ് അവനോട് കൂടിയുണ്ടായിരുന്നു, അതുപോലെ നല്ല ജീവിതമായിരുന്നു. ഇതെല്ലാം നമ്മൾ ഓർക്കണം. അപ്പോൾ സംഭവിച്ച കാര്യം എന്താ? അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാനവൻ. അപ്പോൾ നമ്മൾ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യം എന്നറിയോ? കർത്താവ് ആ വചനത്തിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയാൻ വേണ്ടി തുടങ്ങും. ജ്ഞാനത്തിൽ, പ്രായത്തിൽ, കൃപയിൽ നമ്മൾ വളരാൻ വേണ്ടി തുടങ്ങും. കർത്താവ് കൂടെയുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ. അപ്പം നമ്മുടെ വാക്കുകൾ വ്യർത്ഥമാക്കും. നിങ്ങൾ എന്ത് ചോദിക്കുക? കൊച്ചേ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പറയുന്ന കാര്യം അവരത് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ വ്യർത്ഥമാകാതിരിക്കുന്നത്, അല്ലേ? ഒരു തരത്തിൽ ചിന്തിച്ചാൽ. പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങൾ പാപമുള്ള മനുഷ്യൻ ചിലപ്പോൾ നിരാകരിക്കും, അത് വേറൊരു വശമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, പിന്നെ ഇപ്പം നമ്മൾ ഒരാൾ കണ്ട് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ തടസ്സം മാറട്ടെ എന്ന് പറയുമ്പോൾ അത് നടക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം നോക്കി നമ്മുടെ വാക്കുകൾ വ്യർത്ഥമാകാതിരിക്കാൻ അത്. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നിങ്ങളൊന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ വ്യർത്ഥമാകാതിരിക്കാനുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തും. സിമ്പിളായിട്ട് നിന്ന് ഓർത്തിരുന്ന് നോക്കിയേ, അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ അവിടെ ഇടവരുത്തിയില്ല, അല്ലേ? ഇപ്പോൾ സാമുവേലിലെ ഓരോ കാര്യം പറഞ്ഞ് അച്ചോട്ടായിട്ട് അങ്ങോട്ട് നിറവേറുമല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൃപ കർത്താവ് നമുക്കെല്ലാവർക്കും ഈ പുതുവർഷത്തെ തരട്ടെ. എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. നമ്മളൊന്നല്ലേ? ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഒച്ചത്തിൽ പ്രാർത്ഥിക്കാം, അല്ലേ? സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെല്ലാവരും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ ശല്യപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വിളിക്കപ്പോൾ ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ശക്തമായി നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനത്തിൽ പ്രകാരമുള്ളൊരു കൃപ കർത്താവിൻ്റെ സന്നിധിയിൽ വളരട്ടെ ഓരോരുത്തരും. അതേപോലെ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഇവരുടെ വാക്കുകൾ വ്യർത്ഥമാകാതെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് ഇവരെ നിങ്ങളെ പ്രത്യേക നിയമങ്ങളെ ആശീർവദിക്കുന്നു, കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, ഈ ദിവസങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആശീർവദിക്കുന്നു. കർത്താവ് എന്ത് ചെയ്തു എങ്ങനെ ചെയ്തെന്നല്ല, കർത്താവിൻ്റെ കൂടെ ചെയ്യുന്നുള്ള കാര്യം അതുപോലെ ചെയ്യാൻ എപ്പോഴും ദൈവസാന്നിധ്യ സ്മരണ നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.